ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കട്ടോരി ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് വന്നിട്ടുള്ളത് 15 ആണ്. 15 + 1 16 മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാണ്. നെക്ക് വിഡ്ത്ത് നമുക്കൊരു 3 ഇഞ്ച് കൊടുക്കാം. അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് ഒരു 7 ഇഞ്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മാർക്ക് ചെയ്യണേ, വരച്ച് കൊടുക്കണേ. നമ്മൾ നെക്ക് ലെങ്ത്ത് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കട്ടോരി ബ്ലൗസിന് നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ്. വിഡ്ത്ത് നമുക്ക് വന്നിട്ടുള്ള വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ്. വിഡ്ത്ത് 3 ഇഞ്ച്. ഷോൾഡർ വന്നിട്ടുള്ളത് 3 ഇഞ്ചാണ്. ഷോൾഡർ 3 ഇഞ്ച്. ഇനി അതുകൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്ത് റിഗാള് അതേപോലെ തന്നെ ഷോൾഡർ നമുക്ക് 3 വന്നിട്ടുള്ളത്. റിഗാള് നമുക്ക് 6 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് നോക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് വരിക. അപ്പോൾ ആ 6 ഇഞ്ച് നമ്മൾ റിഗാള് മാർക്ക് ചെയ്ത് റിഗാള് 6 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിഗാള് 6 ഇഞ്ചാണ്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും, അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ പേപ്പറിലായതുകൊണ്ടാണ് ഇത് വരച്ച് കാണിക്കാൻ പറ്റിയതുകൊണ്ടാണ് പേപ്പറിൽ കാണിക്കുന്നത്. ബ്ലൗസിലാവുമ്പോൾ നമുക്ക് തുണിയിൽ കട്ട് ചെയ്യുന്ന വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. പക്ഷേ പേപ്പറിലാവുമ്പോഴാണ് നമുക്ക് ഇതേപോലെ വരച്ചിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് കാണണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് 39 വന്നിട്ടുള്ളത്. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9.75 കിട്ടും. അതിൻ്റെ കൂടെ പ്ലസ് 4 കൂട്ടിയിട്ട് നമുക്ക് 10 ഇഞ്ച് കിട്ടും. ഈ 10 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക്. ഇപ്പോൾ നമ്മൾ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ പ്ലസ് 1.5 ഇവിടെയും മാർക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ 11.5 ടോട്ടൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 1 ഇഞ്ച്. ഇവിടുന്ന് ജസ്റ്റ് നമ്മളിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ബ്ലൗസിനും ചെയ്യുന്ന കാര്യമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ കാണണം. ബെസ്റ്റ് പോയിൻ്റ് ഷോൾഡറിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ബെസ്റ്റ് പോയിൻ്റ് ഒന്ന് കണക്കാക്കാണ്ട്. അപ്പോൾ ബെസ്റ്റ് പോയിൻ്റ് നമുക്ക് വന്നിട്ടുള്ളത് 10 ഇഞ്ചാണ്. അപ്പോൾ 9.5 വരിക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് പോകാനുള്ളതുകൊണ്ട് അതുകൊണ്ട് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഈ 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് നമ്മുടെ ബെസ്റ്റിൻ്റെ അണ്ടർ ബെസ്റ്റ് പോയിൻ്റ് എന്ന് പറയും. ഇതൊക്കെ എങ്ങനെ ബെസ്റ്റ് പോയിൻറ്റും അണ്ടർ ബെസ്റ്റ് പോയിൻ്റൊക്കെ എങ്ങനെ കാണാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കണ്ടു നോക്കാം. അതേപോലെ തന്നെ ഈ അണ്ടർ ബെസ്റ്റ് പോയിൻ്റ് കണ്ടാൽ നമുക്ക് 2 സൈഡോട്ടും ഒരു 1.25 വീതം മാർക്ക് ചെയ്യണം. ഒരു 1.25 വീതം മാർക്ക് ചെയ്യാം. ഈ 1.25 കാണുന്ന രീതിയിലും നമ്മൾ ഇത് കാണുന്ന രീതിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്കുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങളും നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 10 + 3 13 വന്നിട്ടുണ്ടാവുക. ഈ 13 നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.25 മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. ഇതേപോലെ ഒരു 1.25 മാർക്കിങ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് 13 ഇഞ്ച് കിട്ടിയിട്ട് ഇവിടെ നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗം കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഈ മാർക്കിംഗ് ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോരുന്ന ഈ മാർക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്കിങ് കൊടുക്കുക. ഇതാണ് ടെക്കിന് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ
ബെസ്റ്റ് പോയിൻ്റ് കണ്ടിട്ട് എൻഡർ ബെസ്റ്റ് പോയിൻ്റ് കണ്ട ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ കോർണറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് താഴത്തോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്കിങ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തു നിന്ന് നമ്മുടെ നെക്കിൻ്റെ ഈ ഭാഗത്തോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ഈ ഭാഗത്ത് 1 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച്, 1.5 ഇഞ്ച് ഇട്ടാൽ ഇവിടുന്ന് കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് നെക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം, 1 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ടാണ് മുട്ടിക്കേണ്ടത്. ഇങ്ങനെ വരച്ചു കൊടുക്കണം. നമ്മൾ ഒരിക്കലും വരച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരരുത്. നമ്മൾ വരക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ കട്ടോരി ബ്ലൗസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോൾഡറാണ് വന്നിട്ടുള്ളത്. ഷോൾഡർ 3 ഇഞ്ചാണ്, നെക്ക് വിടുത്ത് 3 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ചാണ് വരിക. ഈ 6 ഇഞ്ചാണ് നമ്മൾ റിഗാളായിട്ട് കൊടുക്കുന്നത്. റിഗാളും സെയിം തന്നെ വരിക, ഷോൾഡറും നെക്ക് വിടുത്തും കൂടി സെയിം ആണ്. രണ്ടും 6 ഇഞ്ചാണ് വരിക. നെക്ക് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള മാറ്റം. നെക്ക് ലെങ്ത്ത് നമുക്ക് 6.5 വരിക, പ്ലസ് 1/2 ഇഞ്ച് കൂട്ടണം നെക്ക് ലെങ്ത്തിലാവുമ്പോൾ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് 39നെ 4 കൊണ്ട് അരിച്ചപ്പോൾ 9.25 കിട്ടി. അതിൻ്റെ കൂടെ പ്ലസ് 4 കൂട്ടി 10 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ പ്ലസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തത്. ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ബെസ്റ്റ് പോയിൻ്റ് കണ്ട് ബെസ്റ്റ് പോയിൻ്റ് കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഈ 10 മാർക്ക് ചെയ്തത്. ഇതിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോട്ടൽ ലെങ്ത്ത് കിട്ടിയത് 13 ഇഞ്ചാണ്. ഈ 13 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് ഇവിടെയും മാർക്ക് ചെയ്ത് ഈ 2 സൈഡിലും നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷേപ്പ് വരച്ചെടുത്തിട്ടുള്ളത്. ഇത് വരച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ ഈ അണ്ടർ ബെസ്റ്റ് പോയിൻ്റ് ഈ ലൈൻ ഉണ്ടല്ലോ 3 ഇഞ്ചിൻ്റെ ലൈന്, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഈ 2.5 ഇഞ്ച് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ റിഗാളിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വെസ്റ്റ് കൂടുതലുള്ള ആളുകൾക്ക്, നമ്മൾ ചെസ്റ്റൊക്കെ നല്ല കൂടുതലുള്ള ആളുകൾക്കാണ് 1.5 കൊടുക്കേണ്ട, 1 ഇഞ്ച് കൊടുത്താലും മതി. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ 2.5 ഉള്ളത് നല്ല ചെസ്റ്റ് അളവുള്ളവർക്ക് ഒരു 3 ഇഞ്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെക്കിൻ്റെ ഈ ഭാഗത്ത് 1 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടോരി ബ്ലൗസിൻ്റെ കാര്യങ്ങൾ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടോരി ബ്ലൗസ് കംപ്ലീറ്റ് ആയി. ഇനി കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ കാണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ എന്ത് സംശയങ്ങളും ടെക്ക് കാണുന്നതിന് ബെൽറ്റ് കാണുന്നതിനെ കുറിച്ചിട്ടോ മെഷർമെൻറ്റുമായി സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾ കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ അതിലുണ്ടാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.